ഗൾഫ് മാധ്യമം പ്രസൻസ് കമോൺ കേരള സീസൺ 6 ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേയിൽ വന്ന് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബ്ലസ്സി സാറാണ്. സാർ വെൽക്കം. സാർ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ സാറിൻ്റെ കൂടെ 2 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. സാർ ഇന്ന് സാറ് ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്നുള്ളൊരു സെഗ്മെൻറ്റോടുകൂടി ചേർന്നാണ് നമ്മുടെ കമോൺ കേരളയിൽ എത്തിയത്. സാർക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. ഗൾഫ് മാധ്യമത്തിൻ്റെ 25th ഇയർ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കമോൺ കേരളയിൽ നാട്ടിൽ നിന്ന് ഇവിടെ എത്തി നിങ്ങളുടെ സെലിബ്രേഷനോടൊപ്പം പങ്കുചേരാൻ സാധിച്ച വലിയ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എന്നും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. സാർ പിന്നെ കാഴ്ചയിൽ നിന്നും ആടുജീവിതത്തിലേക്ക് എത്തി നിൽക്കുവാണ്. 2 വാക്ക് എന്താണ് സാർക്ക് ഇപ്പോൾ ഒരുപാട് നമ്മുടെ പടം ഭയങ്കര വൻ ഹിറ്റായിട്ട് വ്യൂയിലാണെങ്കിലും ഒരുപാട് സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ സാർക്ക് എന്താണ് പറയാനുള്ളത്? ആ ഒരു ഇപ്പോഴത്തെ നമ്മൾ സാർ ഇപ്പോൾ ഭയങ്കര ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും ഇതിലാണെന്ന് അറിയാം. സാർക്ക് എന്താണ് പറയാനുള്ളത്? കാഴ്ചയിൽ നിന്ന് ആടുജീവിതത്തിലേക്ക് എത്തുവാൻ ഏതാണ്ട് 20 വർഷം എടുത്തു. അപ്പം ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം ഇന്ന് ആടുജീവിതത്തിൻ്റെ 74th ഡേ ആണ് റിലീസ് ചെയ്തിട്ട്. അപ്പോൾ അത് കേരളത്തിലെ ട്രിവാൻഡ്രത്തും എറണാകുളത്തും ഒക്കെ തിയേറ്ററിൽ ഇപ്പോഴും പ്രദർശിപ്പിക്കുന്നു എന്ന് പറയുന്നതും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലത്ത് ഇത്രയധികം ദിവസങ്ങൾ തിയേറ്ററുകളിൽ സിനിമ നിൽക്കുക എന്ന് പറയുന്നതും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല സാർ, ഞാൻ എപ്പോഴും സാറിൻ്റെ പടങ്ങൾ ഇപ്പോൾ കാഴ്ച, നമ്മുടെ ഭ്രമരം, നമ്മുടെ തന്മാത്ര, അങ്ങനെ തുടങ്ങിയ എല്ലാ പടങ്ങളും ഒരു ഹോണ്ടിങ് ഇത് ലാസ്റ്റ് സാറ് ആടുജീവിതം ഒഴിച്ചു കേട്ടോ. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എല്ലാത്തിലും അവസാനം ഒരു ഹോണ്ടിങ് സംഭവം നിർത്തി വെച്ചിട്ടാണ് സാറ് അത് ചെയ്യാറുള്ളത്. എല്ലാ പടങ്ങളും തന്നെ ഓരോ ജേണലിൽ അത്രയും നമ്മളൊക്കെ മലയാളം, അത് ഞങ്ങളൊക്കെ മലയാളം സിനിമ പ്രേമികളാണ്. അപ്പോൾ സാർ അങ്ങനെ എല്ലാ ഒരു പടത്തിലും ഞാൻ കണ്ടൊരു ഇതാണ്, എല്ലാത്തിലും ഒരു ഹോണ്ടിങ് അവിടെ നിർത്തിയിട്ടാണ് സാർ അത് അവസാനിപ്പിക്കാറ്, ആടുജീവിതം ഒഴിച്ച്. അപ്പോൾ അതേ പറ്റിയിട്ട് ഇതൊരു മനഃപൂർവ്വമായിട്ടുള്ളൊരു പ്രക്രിയയല്ല. പക്ഷേ എന്നാൽ പോലും എനിക്ക് തോന്നുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഉത്തരം വേണമല്ലോ. അത്തരത്തിലുള്ള ഒരു ഉത്തരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ തിയേറ്ററിൽ ഉപേക്ഷിച്ച് പോകുന്നതായിരിക്കാൻ പാടില്ല. അപ്പം സിനിമ കഴിഞ്ഞിട്ടും കുറച്ച് സമയം കൂടെ നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്തകളുണ്ടാകണം. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയത്തിനെക്കുറിച്ച് നിങ്ങളും കുറച്ച് ചിന്തിക്കണം എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു ഇൻട്രാക്ഷൻസ് ഓഡിയൻസുമായിട്ട് എനിക്ക്, അതുകൊണ്ട് തന്നെയാണ് ഓഡിയൻസുമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 11 വർഷത്തിന് ശേഷമാണ് ആടുജീവിതം തിയേറ്ററിലെത്തുന്നത് എൻ്റെ ഒരു സിനിമയ്ക്ക് മുമ്പ്. അപ്പോൾ എന്നെ ആരും മറന്നില്ല എന്നുള്ളത് തന്നെ വലിയ ഈ ഇത്തരം ചില കാര്യങ്ങൾ കൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ ഒരു വേദിയിൽ, അത് ഒരുപാട് സിനിമാ പ്രേമികളും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലെജൻഡിൻ്റെ കയ്യിൽ നിന്ന് ഒരു 2 മിനിറ്റ് ക്ലാസ് കേൾക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ് സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ബീങ് വിത്ത് അസ്. താങ്ക് യു സോ മച്ച്.